streets where the neon glows. Every block tells a tale the whole city knows. Rhythms in the shadows where the cold wind blows. Life's a gamble on these streets, anything goes. Boom bap echoes through the alleys at night. Soulful samples lift the darkness to light. Deep kicks pounds like a heartbeat fight. These gritty vibes keep my story in sight. Graffiti on the walls paint the struggle and climb. The clock keeps spinning but I'm owning my time. Words like puzzle pieces fitting tight in the rhyme. Snares punch louder than the city's own chime. Boom bap echoes through the alleys at night. Soulful samples lift the darkness to light. Deep kicks pounds like a heartbeat fight. ഈ ക്യാപിറ്റൽ സൂട്ട് രാവിലെ 11 മണിക്ക് അവിടെ ചെക്കൗട്ട്. അപ്പം ഫോണിൽ 10 മണി പോലെ അമ്മ വിളിച്ചോണ്ടിരിക്കുക. ഞാൻ പുറത്തിറങ്ങി. അമ്മ രണ്ടുപേര് അവിടെ ഉണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. നമ്മളിവിടെ താമസിച്ചു, ഹോട്ടലിൽ താമസിച്ചു. ക്യാപിറ്റൽ സൂട്ട് എന്നെ അമ്മമാർ അവിടെ നിന്ന് ഇറക്കി വിട്ട് 1300 റേറ്റ് ഉള്ളു. പക്ഷേ ഞാനവിടെ നോക്കി നിൽക്കുക. അവർക്ക് വേണ്ടി ഒരു വന്നാലും എനിക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മളെപ്പോഴും ഇവിടെയാണ് വന്നത്, ഈ ഒരു ഏരിയയിലാണ് അവിടെ വരുന്നത്. 11 മണി വരെ ചെക്കൗട്ട് ടൈമാണ്. 11 മണിക്ക് 10:30 ആയപ്പോൾ നമ്മൾ വിളിക്കാൻ തുടങ്ങി. 10:30ക്ക് വിളിച്ചിട്ട് 10:50 ആയപ്പോൾ പിന്നെയും വിളിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഞാനവിടെ നിന്ന് ഇറങ്ങി. ബാക്കി നാളിൽ 11:30 ആയിട്ട് സമയം 11:30 ആയിട്ട് അമ്മമാർ ഇറങ്ങിയിട്ടില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അമ്മമാരവിടെ ഉണ്ട്. ഞാൻ വണ്ടിയായിട്ട് വണ്ടി പുറത്ത് ഇറങ്ങുന്നുണ്ട്. വണ്ടിയായിട്ട് നമ്മളല്ലേ ബ്ലാക്ക് ആണല്ലോ. പിള്ളേർ 3 പേരിൽ നിന്ന് വർത്താനം പറയണം. നമ്മളെല്ലാവരും ഉണ്ട് ഇവിടെ കേട്ടോ. എല്ലാവരും ബ്ലാക്ക് ആണ്. നീ മാത്രം നീലിട്ടല്ലേ? ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്ക് 1 2 3 4 എല്ലാവരും ബ്ലാക്കാണ്. ഞങ്ങളെല്ലാവരും ബ്ലാക്കാണ്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് ഗായസ് നമ്മൾ MG റോഡിലോട്ട് രാവിലെ പോവാണ് ഗായസ്. നമ്മുടെ ബിബിൻ ബ്രോ ഉണ്ട്, മോനായി ബ്രോ ഉണ്ട്. മോനായി മുടി കറുപ്പിച്ചിട്ട് മുടി നേരെ വണ്ടി ഉച്ചക്ക് കഴിച്ചാ പോരെ? ഒരു കോഫി കുടിക്കാം. ഇതിന്റെ ഗീർ അവിടെ ഇല്ല ഗായ്സ്. നമ്മള് ബാംഗ്ലൂർ വന്നിട്ട് ഒന്ന് ഇറങ്ങാൻ പോണ് ഗായ്സ്. ഇതുവരെടുത്തുണ്ട് ഈ ഹോട്ടല്. അവരെടുത്തു ഈ ബിൽഡിംഗ്. ഇതെടുത്തോ ഈ ഹോട്ടലോ? അപ്പുറത്തെ നമ്മള് MG റോഡിലോട്ട് പോവാണ് ഗായ്സ്. ഇതാണ് ഈ ബിൽഡിംഗ്. ഈ മരം അതല്ലേ നമുക്ക് എടുത്താൽ തരുന്നില്ല അങ്ങനെ എടുത്തല്ലേ? ഹോട്ടലായിട്ട് വേണ്ട, ഹോട്ടലായിട്ട് എടുത്തോ. അതിലൊരു സമൂസ മസാല ഇല്ലാത്തല്ലേ? എന്റെ ഒരു ഫോണും ഇല്ല. ഇത് ഫോൺ ഇതൊക്കെ ഉള്ളു നമുക്ക്. അത് കൊള്ളാം. തിരക്കില്ലാത്ത ദിവസമില്ല. നമ്മൾ ബിബിന് ഒരു ഷൂ മേടിക്കാൻ വേണ്ടി നമ്മൾ ചർച്ച് റോഡിലോട്ടാണ് പോകുന്നത്. നോക്കാണ് ഗൈസ്. ഇരുന്ന് ഷൂ ഇട്ട് അത് മടുപ്പാടാ. അത് കൊള്ളത്തില്ല. അത് പാഴാ. അയ്യോ എന്നെ ചെയ്യാം ദിവസമല്ലല്ലോ. വെറും മടുപ്പ് സാധനം. ഇവിടെ വിലയും കാര്യങ്ങളും ദൂസറ മോഡൽ ഷൂ മേടിക്കാൻ പോകുന്ന 1000 രൂപ ഷൂ, 1000 rupees. അതൊക്കെ അങ്ങനെയുള്ളടാ. എടുക്കും ബ്രോ. ബ്രോ അത്ര കോപ്പറേറ്റ് ചെയ്യുന്നില്ലേ? എടുക്കും ബ്രോ. ഷൂ എടുക്കും.
ലേസ് ഇല്ലാത്ത ഷൂ ആണോ? ലേസ് ഉള്ള എടുക്കും മാറി. ലേസ് ഇല്ലേ? ലേസ് ഇല്ലാത്ത ഷൂ. ഈ മോഡലിൽ ലേസ് ഉണ്ടാവില്ല. അത് കണ്ടിട്ടില്ല? കണ്ടിട്ടില്ല? ഈ മോഡൽ ലേസ് ഇല്ലാത്ത ഷൂ. ലേസ് ഇല്ലടാ. അത് ചേഞ്ച് ചെയ്തോ, വേറെ ലേസ് ഉള്ള എടുത്തു. ഇവന് ലേസ് ഇല്ലാത്ത ഷൂ കിട്ടി. നമ്മൾ ബ്രോ ലേസ് ഉണ്ടാക്കരുത്. 1000 രൂപയ്ക്ക് നമ്മൾ ഷൂ മേടിച്ചിരിക്കുകയാണ്. ഷൂ മാത്രല്ല, ലേസും ഷൂവിന്റെ ലേസും ഷോർട്സും എല്ലാം മേടിച്ച് പൊളി പൊളി പൊളി. अभी वो कस्टमर आया, अभी उसको पूछा 1200 मनी दिया, ओपनिंग हो गया 2000 फाइनल मेल किया. സലിമ ഷൂ എടുക്കടാ. കാലുമുള്ള ഷൂ 5000 കൊടുത്ത് മേടിച്ചതാണ് അവിടുന്ന് ബാക്കിൽ. ഞങ്ങളപ്പം ഇവിടെ ടീഷർട്ട് മേടിക്കാൻ വന്നത് ഭയങ്കര വില കൂടുതലാണ് ടീഷർട്ടിന്. അപ്പോൾ അവിടുന്ന് നമ്മൾ വേറെ താഴെ വേറൊരു കടയിലോട്ട് പോവാം. എല്ലാവരും ഉണ്ട്, നമ്മുടെ ഗൈസ്, എല്ലാ ഗൈസും ഉണ്ട്. കുറേ എല്ലാവരും കുറേ വരുന്നുണ്ട്. 70% കുറവാണ്. ബാഗ് ഷൂ നോക്കാം. അപ്പച്ചൻ വഴക്ക് പറഞ്ഞു കേട്ടോ. 200 മേളിൽ കിട്ടും. നിങ്ങളുടെ ഏഷ്യ മാളിൽ പോയി ബ്രിഗേഡ് റോഡിൽ നിന്ന് നേരെ ഏഷ്യ മാളിലോട്ടാണ്. ആ ഗൂഗിൾ മാപ്പ് വഴി പറഞ്ഞോളൂ. വർഷങ്ങളായിട്ട് ഗോവിന്ദന്റെ സാധനം എടുക്കാൻ അവിടെ പൊക്കോണ്ടിരുന്നില്ല. എനിക്കറിയാലോ ഓമല്ലൂർ ജീവൻ സേലം പാലത്തിന് അടിയിൽ എന്നിട്ട് പറയാ ഈറോഡ് സേലം ചെല്ലുന്നതിന് പാലത്തിന്റെ റൈറ്റ് പോകണമെന്ന്. റൈറ്റ് പോകണമെങ്കിൽ ചെന്നൈക്ക് പോകും. ഇവൻ വഴി തെറ്റിക്കുക. മിണ്ട് അവിടെ ഇരിക്കണുണ്ട്. അതിന് വെറുതെ ഞാൻ വണ്ടിക്കകത്തുണ്ടല്ലോ, നീ എന്തിനാ പറയുന്നത്? എവിടെയാണ് ആ ഏഷ്യ മാൾ? അവിടെ ഇറങ്ങാത്തോണ്ട് നമ്മുടെ നേരെ പോകും വീണ്ടും. ഇവിടെ ഇറങ്ങാൻ പറയുന്നുണ്ട്. അവിടുന്ന് വണ്ടി ഉണ്ടാക്കാം മോനെ. ഇത് ഇന്നോവ ക്രിസ്റ്റ മാത്രമേ ഉള്ളൂ. അത് ഒരു വണ്ടി കൊണ്ടുണ്ട്. പോട്ടെ കയറിപ്പോട്ടെ. ജീത്തുണ്ട്. ആ പോട്ടെ പോട്ടെ. Turn left onto Sahkar Nagar Road. ഗൈസ്, അപ്പം നമ്മള് മാൾ ഓഫ് ഏഷ്യയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ബാംഗ്ലൂരിൽ തന്നെയാണ്, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു മാളാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഗൈസ്. മോനായി ഉണ്ട്, ബിബിംബായ് ഉണ്ട്, മോനായി റോക്ക് ഉണ്ട്, മോനായി റോക്ക് എല്ലാവരും ഉണ്ട് ഗൈസ്. സലീം ഭായ് ഫ്രണ്ടിൽ നടപ്പുണ്ട്. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മൾ മാളിനകത്ത് കയറാൻ പോവാം. പൈസ ഒന്നുമില്ല ഒന്നും മേടിക്കാൻ. നമ്മള് ചുമ്മാ മാള് കാണാൻ വന്നാ. മാൾ ഓഫ് ഏഷ്യ.
ഇത് കണ്ടോ ഗൈസ്, ഇത് കണ്ടോ മാൾ ഓഫ് ഏഷ്യയുടെ ഒരു ഫ്രണ്ട് ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗൈസ്. അടിപൊളി ഒരു വൈബാണ് ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് തരുന്നത്. ഞാൻ ഈ ബാംഗ്ലൂർ എത്ര നാളായിട്ട് വന്നിട്ട് ഇന്ന് സലീം പറഞ്ഞപ്പോഴാണ് ഞാൻ മാൾ ഓഫ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മാളാണെന്ന് പറഞ്ഞത്. അപ്പം ഇവിടെ ചെറിയ ഷോപ്പ് അങ്ങനെ ആൾക്കാർക്ക് പ്ലേയിങ് ഗ്രൗണ്ട്സ്, പിള്ളേർക്ക് കുട്ടികൾക്ക് പ്ലേയിങ് ഗ്രൗണ്ടൊക്കെ ആയിട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ആൾക്കാർക്ക് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കാനും കുറച്ച് നേരം റിലാക്സ് ചെയ്യാനൊക്കെ വേണ്ടി ചെയ്തേക്കുന്ന ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. ഇത് ഫ്രണ്ട് സൈഡ് തന്നെയാണ് മാൾ ഓഫ് ഏഷ്യയുടെ. അപ്പോൾ ഇതാണ് മാളിൻ്റെ ഫ്രണ്ട് സൈഡ്. നമ്മൾ കാർ പാർക്ക് ചെയ്യാൻ, നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഉള്ളിലോട്ട് പോയിരിക്കുകയാണ്. മോനായി ബ്രോ താഴത്തോട്ട് പോയി അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. നമ്മുടെ ചങ്ങിനെ നമ്മൾ കൂട്ടിയിട്ടുണ്ട് ഗൈസ്. ചങ്ങിൻ്റെ ഡ്രസ്സൊന്നും അറിയില്ല. ഇന്നലെയും ഇന്നും ഇവിടെ വേറെ ടീഷർട്ടൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ മാൾ ഓഫ് ഏഷ്യ എന്നൊരു 10,000 രൂപയുടെ ടീഷർട്ട് മേടിക്കാനുള്ള പരിപാടിയാണ്. ഇവനെ കൊണ്ടൊന്ന് 10,000 രൂപയുടെ ടീഷർട്ട് മേടിപ്പിക്കുക. ഗൈസ് ചിട്ടി അടിച്ചായിരുന്നു. അപ്പോൾ ചിട്ടി അടിച്ച പൈസ മൊത്തം കയ്യിലുണ്ടെന്ന് തോന്നുന്നു. ഗൈസ് അപ്പം നമ്മള് നാളെ എന്തെങ്കിലും പ്രശ്നം നമ്മള് ഇതിനകത്ത് കയറാൻ പോവാണ്. മാൾ ഓഫ് ഏഷ്യയിൽ കയറാൻ പോവാണ്. അതുകൊണ്ട് അവരെല്ലാം കൂടി പോകുന്നുണ്ട് ഗൈസ്. എല്ലാം പോകുന്നുണ്ട്. അവരെല്ലാം പോകുന്നുണ്ട്. നമ്മൾ കയറാൻ പോവാണ്. ഓക്കെ, കയറു ഗൈസ്, കയറു ഗൈസ്. കയറ്റുന്നുണ്ടെങ്കിൽ വിളിക്കടാ, കേട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരും കയറിക്കൊണ്ടോ. അത് കുഴപ്പമൊന്നുമില്ല, അത് കയറാമല്ലോ. സെക്യൂരിറ്റീസ് ഈ എടുത്ത ഷൂ വളക്കണം അവിടെ. കണ്ടോ കണ്ടോ നീ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോ. ഞാൻ ഇത്ര നാൾ ഈ ബാംഗ്ലൂരിൽ വന്നിട്ട് മാൾ ഓഫ് ഏഷ്യയിൽ വന്നിട്ട് ഈ പാലത്തെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കാണാറുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ ആബിദ് സലീമും പറഞ്ഞ് ഇവിടെ വരാൻ. അങ്ങനെയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. പൈസ ഒന്നുമില്ല, ലക്ഷങ്ങൾ വേണം ഇവിടെ സാധനങ്ങൾ മേടിക്കുന്നത്, ലക്ഷങ്ങൾ. വീടിൻ്റെ പണിയുടെ ആധാരമൊക്കെ പണയം വെച്ചിട്ട് വേണം ഇവിടെ വരാൻ. മാത്രം പോരാ, ബാക്കി എവിടെ പോകും? ബാക്കി അവിടെ തല്ലൂടല്ല. വീഡിയോ എടുക്കുന്നു, വിപിൻ വീഡിയോ എടുക്കുന്നു, ആബീദ് വീഡിയോ എടുക്കുന്നു, മോനായി വീഡിയോ എടുക്കുന്നു. എനിക്കൊരു എയർപോർട്ടിൽ കയറിയ ഒരു ഫീലിങ്സ് ആട്ടോ. എയർപോർട്ട് ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിൽ കയറിയ ഫീലിങ്സാണ് ഇതിനകത്ത് കയറിയിട്ട്. ഇന്റർനാഷണൽ എയർപോർട്ടിൽ എങ്ങനെ കയറി. ബ്രോ വീഡിയോ എടുക്കുന്നു. ബ്രോ ഹായ്. ഹായ് ബ്രോ. ഹായ് ബ്രോ. കോഫി ഷോപ്പാണ് ഈ ചെയ്തിട്ടേക്കുന്നുണ്ടോ. ചെറിയൊരു കോഫി ഷോപ്പാണ്. ഇവിടെ നിന്നുണ്ട്. അവിടുന്ന് സ്നാക്സ് ഒക്കെ മേടിച്ച് ചിലപ്പോൾ ഒരു കോഫിയും കാര്യങ്ങളൊക്കെ കുടിക്കുന്നതിന് തന്നെ നല്ലൊരു കാർഡിൽ നല്ലതായിട്ട് ക്യാഷൊക്കെ വേണം, എന്നാലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇങ്ങനെയുള്ള മാളുകളിലൊക്കെ വരുമ്പോൾ കാണാൻ മാത്രമേ പറ്റുള്ളൂ. മാളിൽ പൈസ ഉള്ള ആൾക്കാരാണെങ്കിൽ നല്ല പൈസ ആയിട്ട് മേടിക്കുക. എന്തായാലും ബാംഗ്ലൂർ വരുമ്പോൾ എന്തായാലും മാൾ ഓഫ് ഏഷ്യ ഒന്ന് വിസിറ്റ് ചെയ്യുക. സാധനങ്ങൾ മേടിക്കാനായിട്ട് പറഞ്ഞാൽ നോർമലായിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് മാൾ ഓഫ് ഏഷ്യ കാണാൻ ഒരു കൊട്ടാരം അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ കയറുന്ന ഒരു ഫീൽ ആണ് ഇവിടെ. നമ്മുടെ പിള്ളേരെല്ലാം ഭയങ്കര തകൃതി തിമൃതം വീഡിയോ എടുപ്പാണ്. നമ്മളും വീഡിയോ എടുക്കുകയാണ്. ഇതുണ്ടോ ചരിഞ്ഞും കമന്നും എല്ലാം കിടന്നുള്ള വീഡിയോ എടുപ്പാണ് ഗൈസ്. മോനായി അവിടെ നിൽക്കുന്ന വീഡിയോ എടുക്കുന്നു. ഇത് കണ്ടോ ഗൈസ്, എന്താ ഭംഗി ഗൈസ്. ഇത് നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ ചെല്ലുന്ന ഒരു ഫീലുണ്ട് ഗൈസ്. കാനഡ, സ്വിറ്റ്സർലാൻഡ്, മൈ ഗോഡ്. ഇത് ഒറിജിനലാണ് കേട്ടോ. ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പ്ലാസ്റ്റിക് ആട്ടോ ഉള്ളു. എന്നിട്ട് ഇത് വീഡിയോയിൽ വരൂല. പിന്നെ ഓനപ്പം പിന്നെയും പോകേണ്ടി വരും. അപ്പോൾ അതിൽ നല്ല നമുക്ക് ഒപ്പം പോയാൽ പോരെ.
കേട്ടപ്പോൾ നമ്മളിവിടുത്തെ വാഷ്റൂമിലോട്ടാണ് പോകുന്നത്. വാഷ്റൂം എൻ്റെ പൊന്നെ പൊളി, ഓ അട്ടിപ്പൊളി. ഇതേ വാഷ്റൂം കണ്ടോണം, ജെൻസിൻ്റെ വാഷ്റൂമാണ് ഗായ്സ്. ലേഡീസ്, ഓ മൈ ഗോഡ്, പിന്നെടാ ഓ മൈ ഗോഡ്, നല്ല രസമുണ്ട് കേട്ടോ. ഇത് കണ്ടോ, അത് കൊട്ടാര സദൃശ്യമായ എന്തൊക്കെ കോഫി ഷോപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു കോഫി ഷോപ്പാണ്. ഓ മൈ ഗോഡ്, പൊളിയോ കേട്ടോ. മാളിങ്ങനെ പണിതിട്ടുണ്ട്. മാളിൽ നിന്നും മേടിക്കാൻ പറ്റത്തില്ല. മാൾ അതുപോലെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. മാളും കോസ്റ്റ്ലിയാണ്, മാളിലെ സാധനങ്ങളും കോസ്റ്റ്ലിയാണ്. എല്ലാം ബ്രാൻഡഡ് സാധനമാണ്, മൊത്തം ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. നമുക്ക് കൈകൊള്ളും. നമ്മുടെ കൂട്ടത്തിൽ വന്ന 3 പേരെ കാണാനില്ല. ആരെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് വിളിച്ച് പറയണം ഗൈസ്, ഞങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ വന്ന 3 പേരെ കാണാനില്ല. കാണാതെ പോയി. ആരെങ്കിലും കിട്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. നമ്മൾ പുതിയൊരു പരിപാടിയായിട്ട് വരുന്നുണ്ട്. അതും തന്നെ ചെറിയൊരു ഷോർട്ടിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയും. ഒരു 5-6 പേർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മുടെ പിള്ളേരെ കാണുന്നില്ല ഗൈസ്. എവിടെ പോയി കിട്ടും എന്നറിയത്തില്ല, നമുക്ക് തപ്പിയെടുക്കാം. ഇത് മാൾ ഒരുപാടുണ്ട് കേട്ടോ. മാൾ ഞാൻ പുറത്തിറങ്ങിങ്ങാണ്ട് ഞാൻ അങ്ങനെ ആലോചിക്കാണ് എന്തിന്റെ പേരാന്ന് ഇതിനെ എല്ലാം മേടിക്കുന്നുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ബില്ലിങ്. ഇത് നമ്മുടെ നാട്ടിൽ ഒരുപാട് നല്ല മാളുകളും കാര്യങ്ങളിലൊക്കെ ഉണ്ട്. ഇത് നമ്മളെ പിന്നെ യൂസുഫ് അലിന്റെ ഞാൻ മോശമാണെങ്കിൽ അയാൾ ആദ്യമായിട്ടൊരു കാര്യം യൂട്യൂബറാ മൂട് പോയി. ഇത് പാട്ട് കേൾക്കാം. പിന്നെ ഇത് ഫുഡ് കോർട്ട് കൊണ്ടുപോകും. ഏറ്റവും നല്ല ഫുഡ് മേടിച്ചു. അപ്പൊ ഇവിടെ എന്താ പണയം വെക്കുക? പണയം വെക്കാൻ മൊബൈൽ ഇവരവിടെ പണയം വെച്ചിട്ട് പോകാം. അല്ല മറ്റെന്താ പറഞ്ഞത്? ഇല്ല, അതും ഇല്ല. ഞങ്ങളിപ്പോൾ ലേഡീസിൻ്റെ സെക്ഷനിലാണ്. ഞങ്ങൾക്ക് ആർക്കുമല്ല, സലീമിന് മേടിക്കാൻ വേണ്ടി ഇരിക്കുക. അവൻ്റെ കുറച്ച് ടൂർ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവൻ്റെ കമ്പനിയായിട്ട് നമ്മളിവിടെ മാറി നിൽക്കുക. ഇവിടെ കണ്ടോ ഇവിടെ ഇതുണ്ടോ ബില്ലിങ് പ്രൊസീജിയർ ഉണ്ടോ? ഈ ടൈപ്പാണ് ബില്ലിങ്ങിൻ്റെ പരിപാടി. ഇത് അറിയാൻ മേലാത്ത ആൾക്കാർ കൊട്ടയൊക്കെ ആയിട്ട് ഇവിടെ ബില്ലിങ്ങിന് ആരും ഇല്ല, കൗണ്ടറിൽ ആരും ഇല്ല. നമ്മൾ തന്നെ സ്വന്തമായിട്ട് ബില്ല് ചെയ്ത് സൈപ്പ് ചെയ്യണം. ബില്ലിങ് മെഷീനാണ്. ഇതൊക്കെ ലോഗിൻ ചെയ്യുന്നത്. ലോഗിൻ ചെയ്ത സ്കാൻ ചെയ്താൽ ഇവിടെ ബില്ലിങ്ങും കാര്യങ്ങളും പേരും സാമ്പിൾ വേണ്ട. കാരണം നടക്കുന്നില്ല, തീർന്നിട്ടില്ല ഷോപ്പിംഗ്. സലീം ഷോപ്പിങ്ങിലാണല്ലേ നീ? ഒരു കല്ലിങ്ങനെ മുത്ത് വെച്ച് കണ്ടില്ല സാധനം. സാധനം മേടിച്ച് സഭയിൽ കുറച്ച് ഐറ്റങ്ങൾ മേടിച്ച് കഴിക്കാനിരിക്കുകയാണ് ഗൈസ്. മോരായി അവിടെ മോരായി സ്പൈസി ആയിരിക്കും അളിയത്. പെർഫ്യൂം മേടിച്ച് ഊത് ഇതാണ്ട് ഈ സാധനം
മേക്ക് പെർഫ്യൂം ബാറാണ്. നമ്മൾ പെർഫ്യൂം മേക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനം നമ്മൾ സെറ്റാക്കി എടുത്തു ഗൈസ്. നമ്മുടെ കോട്ടയത്ത് ലുലു മാളിലുണ്ട് ഇതിൻ്റെ ഷോപ്പ്. പിന്നെ ഇങ്ങനെ മേക്ക് ചെയ്യുന്നു, പെർഫ്യൂം മേക്ക് ചെയ്യുന്ന സ്ഥലം. ഫൈനലായോ? ഇപ്പൊ യൂസ് ചെയ്യാൻ പറ്റില്ല. ഫ്രിഡ്ജ് വെക്കണമെന്ന് പറഞ്ഞല്ലേ? അല്ല, നിങ്ങൾ യൂസ് ചെയ്യട്ടാ. കുറച്ചും കൂടെ സ്ട്രോങ് ഫുഡ്. ഇതൊരു ഫ്രൂട്ടിന്റെ മണമാണല്ലോ. ഫ്രൂട്ട് അല്ല, ലൈക്ക് എന്താ പറയാ, ആ മറ്റേ ടർക്കിഷ് റോസ് ഇല്ലേ, ടർക്കിഷ് റോസ് ഇല്ലേ, ആ റോസും 2 തരം റോസ് ഉണ്ട്. ടർക്കിഷ് റോസും ഉണ്ട്. ഇത് ഇമ്പോർട്ടഡ് ആണ് സാധനം, ഇതെല്ലാം ഇമ്പോർട്ടഡ് ആണ്. ഓയിലൊക്കെ ഇമ്പോർട്ടഡ് ആണ്. ഇത് കുറച്ച് എന്താ പറയുക, കുറച്ചുകൂടി ലക്ഷറി ടൈമിലായതുകൊണ്ടാണ് ഓയിൽ കുറച്ചും കൂടി കോൺസെൻട്രേഷൻ ആവും. മറ്റേ ഓയിൽ വരെ ലൂസ് ചെയ്യാറ്. പോയോ എടുത്തില്ലേ? നമ്മുടെ പെർഫ്യൂം റെഡിയായിട്ടുണ്ട്. പെർഫ്യൂം റെഡിയായി. Make on your perfume. See. ഒരു പെർഫ്യൂം മേടിച്ചു. 3000 രൂപയായി. 3000 റുപ്പീസിന് ഒരു പെർഫ്യൂം മേടിച്ചു. നല്ല അടിപൊളി പെർഫ്യൂംസ് ആണ്. മേക്ക് ചെയ്തിരുന്ന പെർഫ്യൂം ആ മേടിച്ചു. നല്ല രസമുണ്ട്, നല്ല മണമുണ്ട്. നല്ലൊരു അടിപൊളി ഒരു റോസിൻ്റെ സ്മെല്ലാണ്. നമ്മൾ വണ്ടി നോക്കിയിരിക്കുക. ഇത്ര നേരമായിട്ടും വണ്ടി വന്നില്ലായിരുന്നു. വണ്ടി വന്നു. ഇത് ഒരാൾ കിടക്കുന്നത് വല്ലാത്തൊരു കളറല്ലേ? എവിടെ ഒറ്റ പിടിക്കാതെ പോകുന്നതാണ്. ഇതുവഴികൂടെ ഞാൻ പണ്ട് പോയിട്ടില്ല. ഇപ്പം റോഡെല്ലാം പണിത്. ഇത് നേരെ കോയമ്പത്തൂർ 11 മണിയാണ് കോയമ്പത്തൂർ വരും. മറ്റേ ഒത്തിരി കറക്കാണ്. ഇതും മലയുണ്ട്. ഇതും നല്ല അടിപൊളി സ്ഥലം. വില്ലേജ് കാടിൽ കൂടെ ഒക്കെ പോകുന്ന വഴിയാണ്. കാടും നല്ല നാടൻ സ്റ്റൈലുള്ള വില്ലേജുകളൊക്കെ, കർണാടക വില്ലേജുകളിലൂടെ ചായ കുടിച്ചപ്പോൾ അതൊക്കെ നൈസായിട്ട് പോകും. സ്കൂളിൽ നാളെ നല്ല. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് കോയമ്പത്തൂരിനാണ്. മൈസൂർ, നെഞ്ചങ്കോട്, കോയമ്പത്തൂർ. നമ്മൾ ഗുണ്ടൽപേട്ട് ടച്ച് ചെയ്യാതെ സത്യമംഗലം വഴി രാവിലെ ഉറക്കമൊക്കെ കഴിഞ്ഞ് കാറൊക്കെ എടുത്ത് ഉറങ്ങുമായിരുന്നു. ഉറക്കമൊക്കെ കഴിഞ്ഞ് വണ്ടി നമ്മൾ എടുത്തു. 11 മണി
മണിയാണ് സമയം കാണിക്കുന്നത്. കോയമ്പത്തൂർ 11 മണിയാകുമ്പോൾ നമ്മൾ കർണാടകയുടെ ചെറിയ വില്ലേജുകളിലൂടെയാണ് ഇത് നമ്മുടെ യാത്ര. നമ്മളെ ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ കർണാടകയിൽ നെഞ്ചുകൂട് കഴിഞ്ഞൊരു 20 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ വണ്ടി നിർത്തി. തിരിച്ചാണ് നിർത്തിയേക്കുന്നത്. ഇപ്പം ഒരു ചെറിയ വില്ലേജാണ്. ഞാനായും ബീവിനും ചായ കുടിക്കാൻ റെഡിയായിട്ട് ഇരിക്കുകയാണ്. നല്ല അടിപൊളി ചായ കേട്ടോ, നല്ല അടിപൊളി കോഫിയാണ്. ഭയങ്കര ഭയങ്കര തണുപ്പ് കേട്ടോ ഗൈസ്. റോഡ് അടിപൊളി റോഡാണ്. മൈസൂർ കോയമ്പത്തൂർ റോഡിലാണ് ഇപ്പോൾ വണ്ടി നിലനിൽക്കുന്നത്. താഴെ ഉണ്ടോ, താഴെ നോക്കി ഗൈസ് കോടയായിട്ട് നിൽക്കുക, അടിപൊളിയായിട്ട് നിൽക്കുക. കോട ഉണ്ടോ, കോട അടിച്ച് പൊളിച്ച് നിൽക്കുക. അല്ല അതിൻ്റെ തണുപ്പുണ്ട് കേട്ടോ, ഭയങ്കര തണുപ്പുണ്ട്, ഭയങ്കര തണുപ്പ്. ആ 17-27 എയർപിന്നാണ് മൊത്തം ഉള്ളത്. ഇത് 17ാമത്തെ എയർപിന്ന്. ഭയങ്കര കോടയല്ലേ ഈ കോവ. 88 കിലോമീറ്റർ. ഹെവി ബ്ലോക്ക് ഗൈസ്. സുഖമായിട്ടിരിക്കുക. ഈ നമ്മുടെ വണ്ടിയുടെ ഇതുണ്ട്, ഇതിനകത്തിരിക്കുക. ഇരുന്ന് നമുക്ക് വീഡിയോ എടുക്കാം അടിപൊളിയായിട്ട്. ഫ്രണ്ടും ഉള്ളും എല്ലാം സെറ്റായിട്ട് എടുക്കാം. പിന്നെ ഇവിടുത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കിന് പൊളിയാട്ടോ യാത്ര. നമ്മൾ ബന്ദിപ്പൂർ സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരാണ് ആ വഴിയൊന്ന് പിടിക്കാതെ ഈ വഴി കൂടെ പോവുക. അതായത് കോട്ടയം, തൃശ്ശൂർ, എറണാകുളം സൈഡിലോട്ട് പോകുന്ന ആൾക്കാർ ഈ വഴി ചൂസ് ചെയ്യുക. ബാംഗ്ലൂരിൽ നിന്ന് വരുന്നവർ എനിക്കൊന്ന് ടോൾ ലാഭിക്കാം, നല്ലൊരു ടോൾ ലാഭിക്കാം. പിന്നെ ഹൊസൂരിലെ ആ ട്രാഫിക് ബ്ലോക്ക് ലാഭിക്കാം. അങ്ങനെയുള്ളവർ ഈ വഴി ഒന്ന് നോക്കുക, നല്ല കാഴ്ചകൾ കണ്ട്. ഗൈസ് ഈ ഡാം, ഇത് ഡാമിൻ്റെ പേര് ഭവാനി സാഗർ എന്നുള്ള ഡാമാണ്. നമുക്ക് കോയമ്പത്തൂരിൽ നിന്ന് ഒരു 60 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇവിടെ വണ്ടി കൊണ്ട് നമ്മൾ നിർത്തി. നമ്മൾ ആ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ നല്ല പുഴയിൽ വെള്ളം കുറവാണ്. ഡാം തുറന്നു വിട്ടാലേ വെള്ളം വരുള്ളൂ. ഈ കൊട്ടവെള്ളക്കാരുണ്ട് അവിടെ, കുറച്ച് ആൾക്കാരവിടെ ഫിഷിങ്ങിൻ്റെ ആൾക്കാരുണ്ട്. 2-3 പേര് കുളിക്കുന്നുണ്ട്. ആ സൈഡിലും കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ട്. നമ്മളവിടെ വണ്ടി ഒന്ന് ബ്രഷൊക്കെ ചെയ്യാൻ വേണ്ടി വണ്ടി നിർത്തി. ഭവാനി സാഗർ ഡാം എന്നാണ് പേര്. ഭവാനി സാഗറിൻ്റെ വാതിൽക്ക് വന്നു. ഭവാനി സാഗറിന് വന്ന് നമ്മൾ ഒന്ന് ബ്രഷ് ചെയ്യുക. അല്ല ഭവാനിയാണ് ബാക്ക് സൈഡിൽ ഭവാനി ഡാമാണത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാം. രാവിലെ 9 മണിയായി. ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി ഇവിടെ നിർത്തിയാണ്. അപ്പോഴാണ് ഇപ്പം വെള്ളമെല്ലാം പറ്റിക്കിടക്കും. ഇവിടെ കുറച്ച് ആൾക്കാർ അലക്കുന്നൊക്കെ ഉണ്ട്. ഈ ഒരു അവിടെ കൊട്ടവെള്ളം കിടക്കുന്നുണ്ട് കയറ്റത്ത്. അപ്പോൾ നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് നമുക്ക് മസാല ദോശയൊക്കെ കഴിയും. അപ്പോൾ ഡാമിൻ്റെ ഇവിടെ വെള്ളം തുറന്ന് ഈ ഡാം ഭവാനി സാഗർ 1948-55 ആ കാലഘട്ടത്തിൽ നിർമ്മിച്ച ഒരു ഡാമാണ്. ഞങ്ങൾ നേരത്തെ മുള്ളി വഴിയൊക്കെ പോയ സമയത്ത് ഞങ്ങൾ ആ ഡാമിൻ്റെ റിവറൊക്കെ ഉണ്ട്, ഭവാനി റിവർ. പിന്നെ നമ്മൾ വന്നേക്കുന്നത് സത്യമംഗലം വഴിയാണ് വന്നേക്കുന്നത്. അത് ഞങ്ങൾ ഫോറസ്റ്റിൻ്റെ ആ ഏരിയ. അപ്പം നമുക്ക് ഡാമിൻ്റെ ആ ഉള്ളിലോട്ടൊന്ന് കയറാൻ പറ്റുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി ഈ പാലം കണ്ടപ്പോൾ നിർത്തുന്നുള്ളൂ.
രണ്ട് പൊട്ടന്മാര് പണ്ട് കഴിക്കുമ്പോൾ അത് നോക്കി ആട് വന്ന് നോക്കി നിൽക്കുക. 3 ആടുകൾ എന്തോ കിട്ടുമെന്ന് വെച്ച് ഉമ്മാരുടെ തേച്ചു, ഫ്രഷപ്പായി, ഡ്രസ്സൊക്കെ മാറി. നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഇപ്പം ഭവാനിയുടെ താഴത്തോട്ട് ഇറങ്ങണമെന്നുണ്ട്. പക്ഷേ വെള്ളം ഇല്ലാത്തതുകൊണ്ട്, നീന്താൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങുന്നില്ല. പല്ലൊക്കെ തേച്ച് നമ്മൾ ഫ്രഷപ്പായി. ഇപ്പം ഭവാനിയുടെ അമ്മമാരും എല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞ് ഫേസെല്ലാം വാഷ് അവിടെ നിന്ന് വരുന്നുണ്ട് ഗൈസ്. ചായ കുടിക്കാൻ കയറി ഒരു ചെറിയ സ്റ്റാളിൽ. അവിടെ പൊറോട്ട കഴിച്ചു. നല്ല ചിക്കൻ കുറുമ ഓർഡർ ചെയ്തപ്പോഴേ ചിക്കൻ കുറുമ ഞാൻ ചിക്കൻ വരുമെന്ന് വിചാരിച്ചു. ചിക്കൻ വന്നില്ല. പിന്നെ ഇവിടുന്ന് ഒരു ബിസ്ക്കറ്റ് മേടിച്ചു. ചായ ഓനാ ചായ കുടിക്കുന്നത് ഈ ചെറിയ സ്റ്റാളിൽ. ഇവിടുന്ന് ഉഴുന്നോടെ മേടിച്ചിട്ടുണ്ട് കഴിക്കാൻ. കോയമ്പത്തൂർ വെച്ച് ആകെപ്പെട്ടു പോയി. Continue on Palakkad, Coimbatore Road for 1.5 kilometers. ഞങ്ങള് ഏകദേശം ദിണ്ടുക്കൽ, തൃശ്ശൂർ 110, ഉദുമൽപേട്ട 70, കടക്കാട്. നമ്മൾ കോയമ്പത്തൂർ എത്തിയിരിക്കുകയാണ്. നമ്മള് പൊട്ടന്മാരാ. പൊട്ടനാടാ പൊട്ടൻ. ഇവൻ കോയമ്പത്തൂരിനെ പഠിച്ചു വെച്ചിരിക്കുകയാണ്. Continue on Palakkad, Coimbatore Road for 1.5 kilometers. എല്ലാ കൈയും പിടിച്ച ഒരാളെ തൂക്കിയിട്ടൊരു അളക്കുന്നുണ്ടല്ലോ യൂട്യൂബില് ഗൂഗിൾ മാപ്പ്.